ഇന്ത്യയുടെ പരമ്പരാഗത ശത്രുവായ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് തുർക്കി നടത്തുന്ന ചില കള്ളക്കളികൾ. അസർബൈജാനെ സഹായിക്കുന്നു, ചില മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നു, എന്നിട്ട് സൗദി അറേബ്യയെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫയാകാനായിട്ട് ശ്രമിക്കുന്നു, പഴയ ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ കൃത്യമായ തിരിച്ചടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുർക്കിക്ക് ലഭിക്കുന്നു. തുർക്കിയെ ഇന്ത്യ ഏതാണ്ട് വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യം എടുക്കാം. തുർക്കിയുടെ അയൽ രാജ്യമായ ഗ്രീസിൻ്റെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഉദ്യോഗസ്ഥ സംഘം ഇന്ത്യയുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നു. തന്ത്രപ്രധാനമായ പ്രതിരോധ ആയുധ കരാറുകളിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം പോലും ഗ്രീസിന് ലഭ്യമാകുന്ന തരത്തിൽ ഒരു നീക്കം. ഇവിടെ അനാവശ്യമായിട്ട് തുർക്കി പലപ്പോഴും ഇന്ത്യയുടെ കാര്യങ്ങൾ ഇടപെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് സാമ്പത്തികമായി സഹായം നൽകുന്നു, ധാരാളം ഡ്രോണുകൾ നൽകുന്നു. ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യരായ രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. ആ തുർക്കി അനാവശ്യമായ കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി ഇന്ത്യ ആദ്യം ചെയ്തത് അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം കട്ട് ചെയ്യുന്നു. അവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ പോക്കിന് നിയന്ത്രണം വരുത്തുന്നു. അങ്ങനെ ചെറിയ ചെറിയ നിബന്ധനകളാണ് ആദ്യം വരുത്തിയത്. പിന്നീട് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം അർമേനിയെ തുടർച്ചയായിട്ട് ആക്രമിക്കുന്നു. ഈ അസർബൈജാന് ഡ്രോണുകൾ നൽകുന്നത്, ആയുധങ്ങൾ നൽകുന്നതൊക്കെ തുർക്കിയാണ്. രണ്ടും ഇസ്ലാമിക രാജ്യമാണ്. അർമേനിയ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. തുടർച്ചയായിട്ട് അർമേനിയ അസർബൈജാന് മുമ്പിൽ തോറ്റതോടുകൂടി ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ തരണം, നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ കൂടി വേണം. അങ്ങനെയാണ് നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മൾ അർമേനിയക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഈ S-400 തുല്യമായ ആകാശ് മിസൈൽ സംവിധാനം നമ്മൾ നൽകുന്നു. ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചതോടുകൂടി അസർബൈജാൻ്റെ ആക്രമണങ്ങളെല്ലാം തന്നെ അർമേനിയക്ക് തകർക്കാൻ സാധിക്കുന്നു. തുർക്കിക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അങ്ങനെ ഗ്രീക്കും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ടാകുന്നു. ഗ്രീസിനും നമ്മൾ ആയുധങ്ങളൊക്കെ നൽകുന്നു. ഇനി സൈപ്രസിൻ്റെ കാര്യം എടുക്കാം. സൈപ്രസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വിമതർ കൈയടക്കി ഭരിക്കുകയാണ്. ഇവർക്ക് സഹായം ചെയ്യുന്നതും ഈ തുർക്കിയാണ്. അപ്പോഴും ഈ സൈപ്രസിന് ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ തുർക്കിയുടെ ആധിപത്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ വലിയ തിരിച്ചടി നൽകുന്നു. തുർക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ യൂറോപ്പും അതുപോലെ തന്നെ ഏഷ്യയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനുള്ള ഒരു സ്വാഭാവികമായ പാലം, ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് യൂറോപ്പുമായിട്ടുള്ള കണക്ഷന് എപ്പോഴും തുർക്കിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് അവിടുത്തെ ഭരണാധികാരിയായ തൊയ്ബ് എർദോഗൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ നമ്മൾ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കാനായിട്ട് നീക്കം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൽ നമ്മൾ തുർക്കി അങ്ങ് മാറ്റി നിർത്തിയിട്ട് പകരം ഇസ്രായേലിനെ കൊണ്ടു നിർത്തി. ഇസ്രായേലും ഇന്ത്യയുമായിട്ടും എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധ കരാറുകളുമുണ്ട്. അങ്ങനെ ഇന്ത്യ നടത്തിയ നീക്കം ശരിക്കും പറഞ്ഞാൽ തുർക്കിക്ക് തിരിച്ചടിയായി മാറി. മാത്രവുമല്ല, നാറ്റോ രാജ്യമാണെന്ന ഒരു അഹങ്കാരം അവർക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുമെന്നുള്ള ഒരു അമിത ആഹ്ലാദവും അഹങ്കാരവും ഒക്കെ ഉണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ അമേരിക്കയോട് തർക്കത്തിനും വഴക്കിനും ഒന്നും പോയില്ല. പകരം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് മറ്റൊരു തരത്തിൽ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ വളർച്ച കണ്ട യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ, പ്രതിനിധികളൊക്കെ തന്നെ ചർച്ചയ്ക്കായിട്ടും കരാറുകൾക്കുമായിട്ടും ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു കാലത്ത് ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്നു. അന്ന് ബ്രിട്ടൻ ഇവിടെ ഇന്ത്യ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സമയത്ത് ഇന്ത്യ ഒരു മൂന്നാംകിട രാജ്യം മാത്രമായിരുന്നു. കാരണം നമ്മുടെ സമ്പത്ത്, സംസ്കാരം എല്ലാം നശിപ്പിച്ചിട്ടാണ് പോയത്. അവിടെ നിന്നാണ് ഇന്ത്യ പതിയെ പതിയെ കയറി വരുന്നത്. ഇന്ന് ആഫ്രിക്കയെ പോലെ ഒരു മൂന്നാംകിട രാജ്യമല്ല ഇന്ത്യ. ലോകത്തിലെ 4ാമത്തെ സമ്പദ് ശക്തിയാണ്. ചൈനയോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള സൈനിക ശക്തിയാണ്. കൂടാതെ ടെക്നോളജിയുടെ കാര്യത്തിൽ, സ്പേസിലെ റിസർച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റമുണ്ട്. ലോകത്ത് ഇന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത 4 രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ റഷ്യയും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഇന്ത്യയുടെ അടുത്താണ് തൊയ്ബ് എർദോഗൻ്റെ രാജ്യം യുദ്ധത്തിന് അല്ലെങ്കിൽ മല്ലിടാനായിട്ട് വരുന്നത്. അനാവശ്യമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ ഡ്രോണുകളും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന തൊയ്ബ് എർദോഗൻ്റെ ഈ തുർക്കിക്ക് ഇന്ത്യ ഒരു പണി കൊടുക്കുന്നു. കാരണം അവരുടെ ആയുധങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, ആകാശ് പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ, ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുന്നതോടുകൂടി തുർക്കിയെ നമ്മൾ വരിഞ്ഞു മുറുക്കുന്നു. ഗ്രീസിന്, സൈപ്രസിന്, ഒപ്പം
ഒപ്പം തന്നെ ഈ അർമേനിയക്കൊക്കെ തന്നെ നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നു. അസർബൈജാൻ എല്ലായ്പ്പോഴും അർമേനിയയെ പരാജയപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് അർമേനിയയ്ക്ക് മുമ്പിൽ അസർബൈജാൻ മുട്ടുമടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ഏഷ്യയുടെ ഒരു കവാടം, അല്ലെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഒരു കവാടം ഞങ്ങളാണെന്നുള്ള അഹംഭാവത്തിന് നമ്മൾ നല്ല തിരിച്ചടി നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഇവരെ കണ്ടുകൂടാ. ഗ്രീസിൽ നിന്ന് അവരുടെ പ്രതിരോധ മന്ത്രി അടക്കം ഇന്ത്യയിലേക്ക് വരുന്നത് തുർക്കിക്കുള്ള പണി കൂടിയാണ്. കാരണം അവർക്ക് നമ്മൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആയുധങ്ങളൊക്കെ കൊടുക്കുന്നു എന്നതിനപ്പുറം വേണമെങ്കിൽ സൈനികപരമായ സഹകരണത്തെക്കുറിച്ച് പോലുമുള്ള ചില ഉടമ്പടികളിലേക്ക് കടക്കും. ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സൈന്യം അങ്ങോട്ടേക്ക് പോകും. നേരത്തെ സൈപ്രസിനും അങ്ങനെ ഒരു ഗ്യാരണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് വല്ലാതെ അലട്ടുന്നത് ഇപ്പോൾ തുർക്കിയാണ്. കാരണം അവർക്ക് പഴയ ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പിടിക്കണം. മുസ്ലിം രാജ്യങ്ങളുടെ ഖലീഫയായിട്ട് എർദോഗന് മാറണം. ആ നീക്കത്തിനെല്ലാം നമ്മൾ തടയിടുകയാണ്. ഇപ്പോൾ ഗ്രീസിൽ നിന്ന് വന്നവർ പറയുന്നത് എന്താ, ഇന്ത്യയും ഗ്രീസും രണ്ട് പുരാതന സിവിലൈസേഷനാണ്. എത്രയോ കാലമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യം ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ മൗര്യന്മാരുടെ കൈവശമായിരുന്നു. ഈ മൗര്യന്മാർ അന്ന് ഗ്രീസിനെ തോൽപ്പിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. പിന്നീട് ഇന്ത്യയിലെ ഈ സംസ്കാരം അല്ലെങ്കിൽ ഈ രാജവംശവുമായിട്ട് ഗ്രീക്കിന് വിവാഹബന്ധം പോലും ഉണ്ടായി. അങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ അന്ന് നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മൊത്തം GDP-യുടെ 25 മുതൽ 35% വരെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തു. അത്രയും സമ്പന്നമായ ഒരു രാജ്യം ഇപ്പോൾ വീണ്ടും അതേ സമ്പന്നതയിലേക്ക് ഉയർന്നു വരുന്നു. വ്യാപാര മേഖലയിൽ വലിയ മികവ് കാണിക്കുന്നു. സാംസ്കാരിക മേഖലയിൽ, നയതന്ത്ര മേഖലയിൽ ഒട്ടനവധി രാജ്യങ്ങളുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു. കൂടാതെ 150ഓളം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നു. അങ്ങനെയാണ് ഈ തുർക്കിക്കുള്ള പണി നമ്മൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴൊക്കെ തുർക്കി ശക്തമാകുന്നോ അത് നമുക്ക് ഭീഷണിയാണ്. കാരണം ആ ശക്തിയുടെ കുറേ റിസൾട്ട് പാകിസ്ഥാനിലേക്ക് കൊടുക്കും. ആയുധമായിട്ടും പണമായിട്ടും ഒക്കെ കൊടുക്കും. അപ്പം നമ്മുടെ പരമ്പരാഗത ശത്രുവായ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടും കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അനാവശ്യമായിട്ട് പാകിസ്ഥാന് ഡ്രോണുകൾ നൽകി എന്നതുകൊണ്ടും നമ്മൾ തുർക്കിക്കായിട്ട് കുറച്ച് ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അതിന് കൃത്യസമയമായപ്പോൾ നമ്മൾ തിരിച്ചടി നൽകുന്നുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയെ പോലെയുള്ള ഒരു മൂന്നാംകിട രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വന്ന് മോദിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വ്യാപാര കരാറിൽ ഒപ്പിടാൻ തയ്യാറാകുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ ചൈനയാകട്ടെ ഇന്ത്യയുമായിട്ട് യാതൊരുവിധ തർക്കത്തിനും തയ്യാറാകുന്നില്ല. റഷ്യ, അത് USSRൻ്റെ കാലം മുതൽ ഇന്ത്യയുമായിട്ട് എത്രയോ നല്ല ബന്ധം പുലർത്തുന്നതാണ്. അങ്ങനെ ഇന്ത്യ തൊയ്ബ് എർദോഗന്റെ തുർക്കിക്ക് തുടർച്ചയായി പണി നൽകുകയാണ്. സൈപ്രസിനും അർമേനിയയ്ക്കും ഇപ്പോൾ ഒടുവിൽ ഗ്രീസിനും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകുന്നു. സൈനിക കരാറുകളിലേക്ക്, ആയുധ സഹകരണത്തിലേക്ക്, ആയുധ കരാറുകളിലേക്കൊക്കെ നമ്മൾ നീങ്ങുന്നു. അപ്പം ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഒക്കെയുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികൾ, മന്ത്രിമാർ ഇന്ത്യയെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് കരാർ ഒപ്പിടാൻ വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയല്ല. മോദി പ്രധാനമന്ത്രിയെ അധികാരമേറ്റ ആദ്യ സമയത്ത് നയതന്ത്രം മെച്ചപ്പെടുത്താൻ നമ്മൾ പല രാജ്യങ്ങളും സന്ദർശിച്ചു. പക്ഷേ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഗ്രീസിലെ ഉദ്യോഗസ്ഥ സംഘം, മന്ത്രിമാരൊക്കെ ഇവിടേക്ക് എത്തുന്നത്, തുർക്കിക്കെതിരായിട്ട് ആയുധങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. അങ്ങനെ തുർക്കിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യ അവർക്ക് ശക്തമായ ഒരു ഉപരോധം തീർത്തിരിക്കുകയാണ്. നമ്മുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് തുർക്കിയെ ഇന്ത്യ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.